പ്രിയപ്പെട്ടവരെയും ചാനൽ ആംനോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരമായ അടിസ്ഥാനം എന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളോട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. വേദകാല വിദ്യാഭ്യാസവും പ്രശ്നങ്ങളും ആണ് അതിൻ്റെ ടോപ്പിക്ക്. മതാധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു പുരാതന ഇന്ത്യയിലെ രീതി. വേദങ്ങൾ, ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ മിത്തോളജി, പുരാണങ്ങൾ, വ്യാകരണം, ഗണിതം, യുദ്ധമുറകൾ, സംഗീതം, ശില്പവിദ്യ എന്നായിരുന്നു അന്ന് പഠിച്ചിരുന്നത്. ഗുരുവിൻ്റെ ഭവനത്തിൽ വിദ്യാർത്ഥി താമസിച്ച് പഠിച്ചിരുന്ന ശൈലിയാണ് ഗുരുകുല വിദ്യാഭ്യാസം. അതിനാൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. തികച്ചും ചെറിയ പ്രായത്തിൽ ഗുരുവിൻ്റെ കൂടെയും ഗുരുവിൻ്റെ കുടുംബത്തിൽ കുറേ കാലം താമസിച്ച് അവിടുത്തെ കൃഷി രീതികളും ഗുരുവിൻ്റെ ആടുമാടുകളെ പരിപാലിച്ചുമൊക്കെ ചില സമയങ്ങളിൽ, ലഭ്യമായ സമയങ്ങളിൽ ചില വേദങ്ങളും ചിലതും പഠിച്ചിരുന്നതായതല്ലാതെ ശാസ്ത്രീയ വിഷയങ്ങൾക്കൊന്നും അന്ന് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ പുരാതന കാലത്തും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ലാതിരുന്നാണ് ഇന്ത്യയുടെ രാജ്യ പുരോഗതിക്ക് തടസ്സമായി അന്ന് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർ അവരുടെ ജാതികൾക്ക് മാത്രമായി ഗുരുകുല വിദ്യാഭ്യാസത്തെ നിജപ്പെടുത്തിയപ്പോൾ അതിനാൽ അവർണർക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിധമായ വിദ്യാഭ്യാസവും ലഭ്യമായിരുന്നില്ല. ഇതിന് കാതലായ മാറ്റം വരുത്തിയത് പാശ്ചാത്യരുടെ ആഗമനത്തിന് ശേഷമാണെന്നുള്ളത് ചരിത്രപരമായി സത്യമാണ്. നിങ്ങളാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അത് സത്യമാണ്. വ്യക്തിഗത വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. വ്യക്തികളെ ബോധവൽക്കരിച്ച് ചരിത്രത്തിൽ കൂടെയും ഭാഷ പഠനത്തിൽ കൂടെയും ചരിത്രബോധമുള്ളവരായി രാജ്യത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി വിദ്യാർത്ഥികളെ ഒരുക്കിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. തൊഴിൽ ലഭ്യമാകാൻ തക്കവണ്ണം അതിന് അടിസ്ഥാനം ഒരുക്കുന്ന പഠനം ശേഷം തൊഴിലിലേക്ക് മാറാൻ കഴിയും. ഇതങ്ങനെ ഇല്ലാതെ ഒരു പ്രത്യേക നിലയിൽ തൊഴിൽ, പിതാവിൻ്റെ തൊഴിൽ എന്താണോ ചെയ്തത് അത് തന്നെ തുടരുന്ന ഒരു പ്രക്രിയ മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്തെ ജൈന ബുദ്ധമത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ വികാരങ്ങളിൽ ജാതി പരിഗണിക്കാതെ ഏവർക്കും അവിടെ പ്രവേശനം നൽകിയതും അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്ഥിരമായി പാർത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പണിതതാണ് നളന്ദ, തക്ഷശില തുടങ്ങിയ കലാശാലകൾ. പൗരാണിക കാലത്തെ ഇന്ത്യയിൽ പ്രസിദ്ധമായ കൂടാതെ അന്നത്തെ ഇന്ത്യയുടെ അടുത്ത സ്ഥലങ്ങളായ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബർമ്മ, തിബറ്റ് തുടങ്ങിയ ഇന്നത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു എന്ന് മറക്കരുത്. എന്നാൽ ഇവിടെ ചിലർ അവകാശപ്പെടുന്നത് പോലെ അത് ഹൈന്ദവരുടെ നിർമ്മാണമല്ല, ജൈന ബുദ്ധ മത വിശ്വാസികൾ ആരംഭിച്ചതാണ് ഈ കലാശാലകളെന്ന് മറക്കരുത്. ചൈന, തിബത്ത്, ബർമ്മ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠനത്തിന് അന്നിവിടെ വന്നിരുന്നു. അങ്ങനെ പുരാതന ഇന്ത്യയിൽ ഈ പഠനശാലകൾ അന്നത്തെ ഇന്ത്യയെ പ്രസിദ്ധമാക്കാൻ ഇടയായെന്നുള്ളത് ഇന്ത്യക്കാർ നിലയിൽ ഞാനും അഭിമാനിക്കുന്നു. എന്നാൽ ഈ ഓരോരുത്തരുടെ വിദ്യാഭ്യാസത്തെയും ചില മതങ്ങളിലേക്കും ജാതി വിഭാഗങ്ങളിലേക്കും വലിച്ചുകൊണ്ടുപോയി അത് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്നതിനോട് ഒരു വല്ലാത്ത വിരോധം തോന്നാറുണ്ട്. അത് നിങ്ങൾ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഒരു മതവിഭാഗങ്ങളുടെ മാത്രം കുത്തകയല്ല വിദ്യാഭ്യാസം സാർവജനികമായതുകൊണ്ടാണ് ലോകം പുരോഗതി പ്രാപിച്ചതെന്നും മറക്കരുത്. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് കുലത്തൊഴിൽ പോലെ കുത്തകയായി അന്ന് നൂറ്റാണ്ടുകളോളം നിലനിന്ന അവസ്ഥയ്ക്ക് ഭേദം വരുത്തി, കുത്തക നഷ്ടപ്പെടുത്തി വിദ്യാഭ്യാസം ജനകീയമാക്കിയതാണ് ഈ നളന്ദ, തക്ഷശില നിമിത്തം ഇന്ത്യക്കുണ്ടായ മാറ്റം എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പ്രഭാഷണം, ചർച്ച എന്നിവയിലൂടെ അധ്യയനം നടത്തിയതും അതുകൂടാതെ എഴുത്ത്, വായന, ഗണിതം, നൂൽനൂൽപ്പ്, കൃഷിപ്പണികൾ, തുന്നൽപ്പണികൾ, ആയുർവേദം, കണക്കെഴുത്ത്, തത്വശാസ്ത്രം, യുദ്ധശാസ്ത്രം എന്നിവയെല്ലാം ഈ പറയപ്പെട്ട അന്നത്തെ പഠനശാലകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് താമസിച്ച്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് കൃഷി നടത്തി, ഒന്നിച്ച് കൃഷിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു
കുടുംബ ബന്ധം പോലെ ഉണ്ടായിരുന്നത് വളരെ പ്രശംസനീയമാണ്. എന്നാൽ ഇത് ഇന്നും പലരും അവകാശപ്പെടുന്നത് പോലെ ഓർക്കണം, അത് ഹൈന്ദവരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ബുദ്ധ ജൈനന്മാരുടേതാണ്. ആയുർവേദവും അവർ സംഭാവന നൽകിയാണ്. ഓരോ ഭവനത്തിൻ്റെയും ചുറ്റും വായു മലിനമാകാതിരിക്കാനും സുഗന്ധപൂരിതമാകാൻ വേണ്ടി ആണ് അവർ ഓരോ വീടിന്റെ ചുറ്റും വെക്കണമെന്ന് അവർ നിർബന്ധപൂർവം അവർ അവരുടെ വിശ്വാസികളെ ഓർപ്പിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആയുർവേദവും കൃഷിപരിപാലനവും മാത്രമല്ല ബുദ്ധജനപദാർത്ഥങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുക, അല്ലാതെ അത് ആരംഭിച്ചു കൂടാതെ ജനത്തെ പഠനത്തോടൊപ്പം നോക്കണം, ജാതി മത വ്യത്യാസമില്ലാതെ ഈ കുട്ടികളെ പഠനത്തോടൊപ്പം തിയറിയും പ്രാക്ടിക്കലുമായി കൃഷിയിലേക്കും അന്നത്തെ നിലവാരത്തിലുള്ള ഈ കൊണ്ടുവന്നത് വലിയൊരു നന്മയാണെന്ന് മറക്കരുത്. എന്നുവെച്ചാൽ ഒരു പുരോഗതിക്ക്, ഒരു രാജ്യം പുരോഗതിക്കാൻ കാരണം ഇല്ലെങ്കിൽ അവർ തെറ്റിപ്പോയി മത തീവ്രവാദികളായി ഇന്നും അഫ്ഗാനിസ്ഥാനും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളും സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അധംപതിച്ചു കിടക്കുന്നത്? അവിടെ വിദ്യാഭ്യാസമില്ല. ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ അവർ വഴിമാറ്റി ചെലവാക്കി തീവ്രവാദികളായി മാറുമ്പോൾ പൗരാണിക ഇന്ത്യയെ ശ്രേഷ്ഠമാക്കിയത് ഇവർ തുടങ്ങിയ ഈ കലാശാലകളാണ്, മറക്കരുത്. ബുദ്ധവിഹാരങ്ങളിൽ അവരങ്ങനെയാണ് പറയുന്നത്, ബുദ്ധന്മാർ കൂടി വരുന്ന സ്ഥലങ്ങളെ പള്ളിയെന്നോ അവർ ബുദ്ധമത വിശ്വാസികൾ മാത്രം പാർത്തുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ വില്ലേജിനെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പള്ളി എന്നായിരുന്നു പറഞ്ഞത്.